വെൽക്കം ടു ഇൻസൈഡ് സ്റ്റോറീസ് മലയാളം. അകം കഥകളിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ പെരുന്തച്ചൻ തിലകൻ കലഹമുണ്ടാക്കി. അമ്മ ഭാരവാഹികൾ വീണില്ല. മലയാളിയുടെ പ്രിയപ്പെട്ട അഭിനേത്രി വേട്ടയാടപ്പെട്ടു. നടൻ ദിലീപ് തുറുങ്കിലടക്കപ്പെട്ടു. അമ്മ വീണില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. അമ്മ വീണു. ഭാരവാഹികളെല്ലാം ദിവസങ്ങൾക്കകം രാജിവെച്ചു. കൂട്ടരാജി ഇരകളോട് ഐക്യപ്പെട്ടാണെന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. കുറ്റാരോപിതരെ മാറ്റി നിർത്തുന്നതിന് പകരം ഭരണസമിതി തന്നെ പടിയിറങ്ങിയത് കുറ്റക്കാരെ തള്ളിപ്പറയാനുള്ള മടികൊണ്ടാണെന്ന് രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നവരുമുണ്ട്. ഈ നിമിഷം ഏറെ പ്രാധാന്യമുള്ള ചോദ്യം അടുത്ത ഭരണസമിതിയെ ആര് നയിക്കും എന്നതാണ്, ആരൊക്കെയുണ്ടാകും എന്നതാണ്. നെൽസണും മമിത ബൈജുവും അടക്കം നയിക്കും എന്നതാണ് ചില ട്രോളുകൾ പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. അമ്മ വൃത്തങ്ങളിൽ നിന്ന് അറിയാനാകുന്ന ചില വിവരങ്ങൾ ആരാകും അടുത്ത അമ്മ പ്രസിഡന്റ് പദത്തിലെത്തുക എന്നതിലേക്ക് സൂചന നൽകുന്നുണ്ട്. ഒരു സ്ത്രീയാകണം എന്ന് അഭിപ്രായമുണ്ടെങ്കിലും സാധ്യത തുലോം കുറവാണെന്ന് അവർ തന്നെ പങ്കുവെക്കുന്നു. നിലവിൽ സാധ്യതാ പട്ടികയിലുള്ളവർ ഇവരാണ്: പൃഥ്വിരാജ്, ജഗദീഷ് എന്നിവർക്കാണ് മുൻഗണന. നടി ആക്രമിക്കപ്പെട്ട സംഭവം മുതൽ സ്വീകരിച്ച നിലപാടുകളിലൂടെ കൈവന്ന സ്വീകാര്യതയാണ് പൃഥ്വിരാജിന്റെ കൈമുതൽ. കൂടെ യുവാക്കളുടെ പിന്തുണയുമുണ്ട് പൃഥ്വിരാജിന്. താരരാജാക്കന്മാർ, മറ്റു ചലച്ചിത്ര സംഘടനകൾ എന്നിവരുമായി നല്ല ബന്ധം പുലർത്തുന്നുമുണ്ട് പൃഥ്വിരാജ്. സീനിയർ താരമെന്ന ഘടകമാണ് ജഗദീഷിന് ഏറെ അനുകൂലമായിട്ടുള്ളത്. അമ്മ വിട്ട നടിമാരെയടക്കം തിരികെ എത്തിക്കണമെന്ന വാദത്തിലൂടെ WCCക്കും സമ്മതൻ. കുഞ്ചാക്കോ ബോബന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. കൂട്ടത്തിലുള്ള ഒരു വനിതയെ നിർത്തി ഔദ്യോഗിക പക്ഷം സംഘടന പിടിക്കാൻ നടത്തുന്ന ശ്രമവും ഒരുപക്ഷെ കണ്ടേക്കാം. നാം അടക്കമുള്ള പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അങ്ങേയറ്റം ക്രൂരമാണ്, പീഡയാണ്. ഇരകൾക്ക് നീതിയും വേട്ടക്കാർക്ക് ശിക്ഷയും ഒരേപോലെ നടപ്പാകണം. പീഡനങ്ങൾ അരങ്ങേറാത്ത സിനിമാ സെറ്റുകൾ ഉണ്ടാകണം. അതിന് അമ്മയിലെ തലമുറ മാറ്റം എങ്ങനെ ഉപകരിക്കും എന്ന് നമുക്ക് കണ്ടുകാണാം. അകം കഥകളുടെ വിളിച്ചുപറച്ചിലിനൊപ്പം ഇൻസൈഡ് സ്റ്റോറീസ് മലയാളത്തിനൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നമോ വാഗം.